ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒറ്റയടിക്ക് വിശപ്പും ദാവും മാറ്റാനുള്ള ഒരു റെസിപ്പി ആയാലോ? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇതിലെ താരം നമ്മുടെ മൈസൂർ പഴമാണ്. മൈസൂർ പഴമില്ലെങ്കിൽ ആണിപ്പോവനോ അങ്ങനെ എന്തെങ്കിലും ചെറുപഴമായാലും മതി. നല്ല പഴുത്ത പഴം തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും നല്ല തണുപ്പിച്ച പാലും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു വരിക. നിങ്ങൾ വേണമെങ്കിൽ ഒരു പാത്രത്തിലിട്ട് ഇത് നന്നായി ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ സെർവിംഗ് ഗ്ലാസ് വെച്ച് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പഴം മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ എടുത്തത് മട്ട അവിലാണ്. നിങ്ങൾ നല്ല കറുമുറ അവിലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ എടുത്തു വെച്ച അവിലിട്ട് കൊടുക്കുക. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇടണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതിന്റെ മുകളിൽ വീണ്ടും പഴത്തിന്റെ മിക്സിംഗ് ഒഴിച്ചു കൊടുക്കുക. പഴം നല്ല പഴുത്തതായിരിക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പഴത്തിന്റെ മിക്സിംഗ് ഒഴിച്ചു കൊടുത്തതിന്റെ മുകളിൽ ഒരു ലെയറും കൂടി അവിലിട്ട് കൊടുക്കുക. അപ്പൊ തന്നെ കാണാൻ എന്തു ചന്തമാണെന്നോ. ഇനി അതിന്റെ മുകളിൽ കുറച്ച് പാലുകൂടി ഒഴിച്ചു കൊടുത്ത് ഇതിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. കാരണം ആ പഴത്തിന്റെ മിക്സിൽ നല്ല പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടാകും. ഇനി ടോപ്പിൽ കുറച്ച് ബൂസ്റ്റും നിലക്കടലയും കൂടി ഇട്ടാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മിൽക്ക് അവിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, എന്നാലും ഇപ്പോഴും അറിയാത്ത ചില ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ പല ടൈപ്പിലുള്ള ജ്യൂസസും ഷേക്സും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും പഴയ നമ്മുടെ അവില് മിൽക്ക് ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മൾ ശരിക്കും വയറ് നിറയണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ അവിലും മിൽക്കല്ലേ ഓർഡർ ചെയ്യുക. ഒട്ടുമിക്ക ആളുകളുടെയും ഫേവറേറ്റ് ഇതുതന്നെയാണ് ഇപ്പോഴും. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ.